ഹരിഹി ഓം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ദശകത്തിലെ 3ഉം 4ഉം ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത്. കൃപാ തേ ജാതാ ചേത്, കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം, കിമിഹ നഹി ലഭ്യം തനുഭൃതാം. കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം. കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം. മദീയ ക്ലേശൗഘ പ്രശമനദശാ, മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി, നാമ കിയതി. മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി. മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി. ന കേ കേ ലോകേസ്മിൻ അനിശമയി, നോ ന കേ കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത, ശോകാഭിരഹിത. ന കേ കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത. ന കേ കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത. ഭവത് ഭക്താ മുക്താഃ, ഭവത് ഭക്താ മുക്താഃ സുഖഗതിം അസക്താ വിദധതേ, സുഖഗതിം അസക്താ വിദധതേ. ഭവദ്ഭക്തോ മുക്താഃ സുഖഗതിം അസക്താ വിദധതേ. ഭവദ്ഭക്താ മുക്താഃ സുഖഗതിമസക്താ വിദധതേ. എൻ്റെ അർത്ഥം നോക്കാം. ഹേ ഭഗവാനെ, അങ്ങയ്ക്ക് ദയ ഉണ്ടായി എങ്കിൽ ഈ ദേഹികൾക്ക് എന്താണ് ലഭിക്കാൻ പ്രയാസമുള്ളത്? എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നത് എത്ര നിസ്സാരം അല്ലയോ ഗുരുവായൂരപ്പ. ഈ ലോകത്തിൽ അങ്ങയുടെ ഏതേത് ഭക്തന്മാർ എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച് ഒന്നിലും താല്പര്യമില്ലാതെ സ്വൈരസഞ്ചാരം ചെയ്യുന്നില്ലേ ഗുരുവായൂരപ്പ എന്നാണ് പറയുന്നത്. എല്ലാ ഭക്തന്മാരും സ്വൈരസഞ്ചാരം ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. തനിക്കും അങ്ങനെ സ്വൈരസഞ്ചാരം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഖേദമാണ് ഇവിടെ ഭഗവാനോട് പറയാതെ പറയുന്നത്. വ്യംഗ്യം എന്ന് പറയും. അതിന് എൻ്റെ രോഗങ്ങൾ തീർത്തു തരുവാൻ കരുണ ഉദിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ ധ്വനിക്കുന്നത്, ഇവിടെ സ്ഫുരിച്ചു നിൽക്കുന്നത്. ഭഗവാനോട് പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പ, ഇന്നെനിക്ക് തീരെ എഴുന്നേൽക്കാൻ വയ്യ, കയ്യും കാലും ദേഹമാസകലം ഭയങ്കര വേദനയാണ്, ഒന്നിനും ഒരു താല്പര്യമില്ല. അപ്പൊ ഈ ഭജനം നിർത്തി ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇരിക്കേണ്ടി വരുമോ, അല്ല ഇവിടെ നിന്ന് തന്നെ വിട്ടു പോകേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. ഭക്തിയും രോഗവും തമ്മിലുള്ള ഒരു ദ്വന്ദ് യുദ്ധം അല്ലെങ്കിൽ വടംവലി എന്നാണ് ഇവിടുന്ന് ആ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നു, ഗുരുവായൂരപ്പ, അങ്ങയുടെ കരുണയുണ്ടായാൽ ഇവിടെ നടക്കാത്തതായിട്ട് യാതൊന്നുമില്ലല്ലോ, എല്ലാം നിഷ്പ്രയാസം നടക്കുമല്ലോ ഗുരുവായൂരപ്പ. എന്നെ അതുപോലെ ഒരു ഭക്തനാക്കി മാറ്റിത്തരയണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ഇവിടെ അക്ഷരം മുറിക്കാൻ ഒന്നും ഇല്ല. 4ാമത്തെ ശ്ലോകം. മുനി പ്രൗഢാ രൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ. മുനി പ്രൗഢാ രൂഢ
ജഗതി ഖലു ഗൂഢാത്മഗതയോ മുനിപ്രൗഢാരൂഢ മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാ ഗൂഢാ ഗൂഢാത്മഗതയോ ഗൂഢാത്മഗതയോ മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജ സ്മരണവിരുജോ ഭവത്പാദാംഭോജ സ്മരണവിരുജോ നാരദമുഖാഃ ഭവത്പാദാംഭോജ സ്മരണവിരുജോ നാരദമുഖാഃ ഭവത്പാദാംഭോജ സ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈരം ചരന്തീശ സ്വൈരം സതത പരി നിർബാധ പരചിത് സതത പരി നിർബാധ പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാഃ കിമപരം മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജ സ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈരം സതത പരിനിർബാധ പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാഃ കിമപരം. ഹേ സർവേശ്വരനായ ഗുരുവായൂരപ്പ, ഗൂഢമായ ആത്മഗതിയുള്ളവരും അവിടുത്തെ പാതാരബന്ധങ്ങളെ സ്മരിച്ച് അരോഗർ ആയവരുമായ രോഗമില്ലാത്തവരുമായ നാരദർ മുതലായ മഹർഷിമാർ ലോകത്തിൽ പ്രസിദ്ധരാണല്ലോ. അവർ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സ്വൈരസഞ്ചാരം ചെയ്യുന്നു. മറ്റെന്ത് വേണം ഭഗവാനെ എന്നാണ് ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഈ ശ്ലോകം ഭാഗവതത്തിലെ ആദ്യത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നാരദരും വ്യാസഭഗവാനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ മഹാഭാരതം എഴുതിയിട്ടും വളരെയധികം സത്കർമ്മങ്ങൾ ചെയ്തിട്ടും മനസ്സിന് തെളിവ് വരാതെ വിഷമത്തോടിരിക്കുന്ന വ്യാസഭഗവാന്റെ മുന്നിൽ ഈ നാരദ മഹർഷി എത്തിച്ചേരുന്നുണ്ട്. എന്നിട്ട് ഭാഗവതം മുഴുവനും ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പോ 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കും എന്നുള്ള മുനിപുത്ര ശാപത്താൽ ദുഃഖിതനായി ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്തിന്റെ മുമ്പിൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടതിനെയും അനുസ്മരിക്കുന്നു. ഇവിടെ നാരദ മഹർഷിയെയും ശ്രീശുക ബ്രഹ്മർഷിയുമാണ് ഈ ഭട്ടതിരിപ്പാട് മനസ്സിൽ കണ്ടുകൊണ്ട് ഗുരുവായൂരപ്പനോട് പറയുന്നത്, ഹേ ഭഗവാനെ, അങ്ങയുടെ ഭക്തന്മാർ യാതൊരു ദുഃഖവുമില്ലാതെ ഒരൊട്ടലുമില്ലാതെ എന്നാൽ ഈ ലോകത്തിൽ തന്നെ സഞ്ചരിക്കുന്നുമുണ്ടല്ലോ ഗുരുവായൂരപ്പ. അവരിലെ ഭക്തന്മാർ, അവരിലെ ജ്ഞാനികൾ, അവരിലെ വൈരാഗ്യം വന്നവർ എന്ന് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുകയാണ്. ഭക്തി അടിയുറച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല എന്നാണല്ലോ ഇവിടെ സൂചിപ്പിച്ചു തരുന്നത്. അല്ലേ ഭക്തന്മാരെ? നിർബഹിച്ച ലോകാന്ത്രീൻ ഹരിയേമസ്കന്ദിതവ്രതഃ അനുഗ്രഹാൻ മഹാവിഷ്ണോഹോ അവിഘാതഗതിക്വചിത് എന്ന് ശ്രീ വേദവ്യാസ മഹർഷിയോട് നാരദ മഹർഷി പറയുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ 3 ലോകത്തിലും അകത്തും പുറത്തും എവിടെയും ഒരു തടസ്സവും കൂടാതെ സഞ്ചരിക്കുന്നു എന്ന് അർത്ഥം ഉൾക്കൊള്ളണം. അതുപോലെ വേദവ്യാസന്റെ മകനായ ശ്രീശുക ബ്രഹ്മർഷിയുടെ ശ്രീകൃഷ്ണ ബ്രഹ്മർഷിയുടെ രംഗപ്രവേശവും ഭാഗവതത്തിൽ വളരെയധികം മനോഹരമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. തത്ര ഭവത് ഭഗവാൻ വ്യാസപുത്രോ യതിർച്ഛയാഗാം അടമാനോ അനപേക്ഷഃ അലക്ഷ്യലിംഗോ നിജലാപതുഷ്ടോ കൃതസതീ ബാലൈർ അവധൂതവേഷഃ
വ്യാസഭഗവാനാണ് ഈ ശ്ലോകം എഴുതിയിട്ടുള്ളത്. നിരപേക്ഷനായി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന വ്യാസപുത്രൻ ഭഗവാൻ ശ്രീശുകൻ ഇതിൽ ചെയ്യാ അവിടെ ഒന്ന് ചേർന്നു. കാരണം അറിഞ്ഞുകൂടാ, ആത്മലാഭസന്തുഷ്ടനാണ്, ചുറ്റും ബാലന്മാരുണ്ട്, നഗ്നവേഷനാണ് എന്നാണ് അതിൻ്റെ പൊരുൾ. അതായത് ഭഗവത് ഭക്തന്മാർക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും സഞ്ചരിക്കാം, യാതൊരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് കാണിച്ചു തരുന്നത്. ഭട്ടതിരിപ്പാട് പറയുന്നു, അതുപോലെ ആ കൃപയോടുകൂടിയുള്ള നോട്ടം അവരേക്ക് നോക്കിയില്ലേ ഗുരുവായൂരപ്പ, ആ നോട്ടം എന്നിലേക്കും നയിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ കൂടെ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം, സർവം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം.